നമ്മൾ ഈ പെണ്ണ് കാണാനൊക്കെ പോകുമ്പം കാണാൻ കൊള്ളാം, നല്ല സുന്ദരിയാണ്. ചെറുക്കനെ കണ്ടപ്പോൾ നല്ല അടിപൊളിയാണ് പെണ്ണും പറഞ്ഞു. കല്യാണം കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോഴാണ്, സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ പെണ്ണ് കാണൽ നടക്കുമ്പം തന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ടേ കല്യാണം കഴിക്കാവൂ. അതുപോലെയാണ് ഈ പേഷ്യൻറ്റിന് കൺസേൺ ഒപ്പിടാനായിട്ട് പോകുന്ന ഡോക്ടർ അതിനു മുമ്പ് ഏതെങ്കിലും വിധത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ്, അവരുടെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നിട്ട് പോവുകയാണെങ്കിൽ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഫങ്ഷൻസ് ഗ്രേപ്സിലുണ്ട്. ഇതുവരെ ഉപയോഗിക്കാത്ത പരിപാടി നിർത്തിയിട്ട് ഉപയോഗിച്ച് തുടങ്ങും. കാരണം ചില പേഷ്യൻസിന് സ്ട്രെയിറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ചിലർക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ, ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻ്റഡ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഇതെന്താണ് പ്രൊസീജിയർ എന്ന് കൃത്യമായി കാണിച്ച് പറഞ്ഞു കൊടുത്താൽ മാത്രം മനസ്സിലാവുന്ന മനുഷ്യരുണ്ട്. അവരാണെന്നറിയാതെ, അങ്ങനെ ആവശ്യമുള്ളതാണെന്നറിയാതെ വെറുതെ കൈ വീശി ചെന്ന് അവരോട് പറഞ്ഞ് പണി മേടിച്ച് തിരിച്ചു പോരണ്ട കേട്ടോ. അവസാനം ഡിവോഴ്സിന് പോകുന്ന കണക്ക് ഒന്നും ഇവിടെ പറ്റത്തില്ല. കോടതിയൊന്നും ഇടപെടത്തില്ല. പേഷ്യൻ്റ് നേരിട്ട് ഇടപെട്ട് അടിച്ചു പൊട്ടിച്ച് ഗ്ലാസ്സൊക്കെ പോയി മാറേണ്ടി വരുമ്പോൾ ചിലവ് മാനേജ്മെൻറ്റിനാണ് കൂടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു സ്ക്രീനിങ് ഇൻഫോർമലി ചെയ്യണോ, അത് വെറുതെ നിങ്ങളെ സ്ക്രീൻ ചെയ്ത് ഞാൻ മനസ്സിലാക്കട്ടെ എന്നല്ല. അങ്ങനെ സ്ക്രീനിങ് ചെയ്ത് അവരുടെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്, വിച്ച് ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കിയിട്ട് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് വേണം അവരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഈ കൺസേൺ വാങ്ങുന്നതിന് ഉള്ള ഒരു ക്രൈറ്റീരിയ, കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PRE5. എ പേഷ്യൻറ്റ് ഓർ ഫാമിലി എഡ്യൂക്കേറ്റഡ് ഇൻ എ ലാംഗ്വേജ് ആൻഡ് ഫോർമാറ്റ് ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് പറ്റുന്ന ലാംഗ്വേജിലും ഫോർമാറ്റിലും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ചുമ്മാ എന്തെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്തെന്ന് കാണിച്ചു വയ്ക്കല്ലേ. ഓക്കെ.